സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുറച്ച് നാളായി കുറേ പെൺകുട്ടികൾ സമരം നടത്തുന്നുണ്ടായിരുന്നു. ഉദ്യോഗാർത്ഥികൾ, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ. ജോലി കിട്ടും, കുടുംബം നോക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് കരുതി വളരെ കുത്തിയിരുന്ന് പഠിച്ച് ഒരുപാട് ത്യാഗം സഹിച്ചവർ ഈ സർക്കാരിൽ വിശ്വസിച്ച്, സർക്കാരിൻ്റെ എക്സാമിൽ വിശ്വസിച്ച്, റാങ്ക് ലിസ്റ്റിൽ വിശ്വസിച്ച് കാത്തിരുന്നവർ. പക്ഷെ അവർക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നും അത് നിരാശയായിരിക്കും ഫലമെന്ന് നേരത്തെ മിക്കവാറും എല്ലാവർക്കും അറിയാമായിരുന്നു. കാരണം ഇതിന് മുമ്പ് ഒരു അനുഭവമുണ്ട്. കുറെ ചെറുപ്പക്കാർ വെയിലും മഴയുമേറ്റ് ഇതേപോലെ കായിക പരിശോധന എല്ലാം കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു. പുല്ല് നിന്ന് വൈക്കോല് നിന്ന് മീശ പഠിച്ച് തലമുട്ടയടിച്ച് പല പണി നോക്കി. നമ്മളെ രാജാവ് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. അതവിടെ കിടന്ന് കുറച്ച് നാൾ അവിടെ കിടന്നിട്ട് പൊയ്ക്കോളും എന്ന് കരുതി. അതേപോലെ തന്നെയാണ് ഇവിടെ കുറച്ച് പെൺകുട്ടികൾ കഴിഞ്ഞ കുറെ നാളുകളായി അവരവിടെ സമരം നടത്തി സമരമല്ല, അവരുടെ ജീവനത്തിന്റെ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ ഇന്ന് കിട്ടും, നാളെ കിട്ടും, ഇന്ന് സംസാരിക്കാൻ വരും എന്ന് കരുതി. പക്ഷേ രാജാവ് കനിഞ്ഞില്ല. അതായത് സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും പാർട്ടിക്കാർക്കും പാർട്ടി അനുഭാവികൾക്കും പിൻവാതിൽ നിയമനം നടത്താൻ വേണ്ടി മാത്രമേ പിണറായിക്കും സർക്കാരിനും കൂട്ടർക്കും കഴിയുള്ളൂ. അല്ലാതെ നേരെ ചൊവ്വേ പഠിച്ചു പരീക്ഷ എഴുതി കഷ്ടപ്പെട്ട് വരുന്ന ഈ സാധാരണക്കാരുണ്ടല്ലോ, അവർക്ക് ജോലി കൊടുക്കാനുള്ള ഒരു ഇതൊന്നും അവർക്കില്ല. 1987 പോലീസ് സേനയും വെച്ചുകൊണ്ടാണ് ഇവിടെ ഈ സംസ്ഥാനം മുന്നോട്ട് പോണത്. 2025 ആയപ്പോഴും ഒരാളെ അധികം നിയമിക്കാൻ പറ്റുന്നില്ല. മുഖ്യമന്ത്രിയുടെ കൂടെ പോകാൻ പരിവാരങ്ങളായി തന്നെ എത്ര പോലീസ് വേണം? പിന്നെ ബാക്കിയുള്ളവരുടെ അടുക്കളപ്പണിക്ക് വരെ പോലീസിനെ ഉപയോഗിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പോലീസുകാരുടെ കാര്യം കട്ടപ്പുകയാണ്. അവർക്ക് സ്ട്രെസ് ആകെ വിഷയം. സത്യത്തിൽ എത്ര പോലീസിനെ വിമർശിച്ചു കഴിഞ്ഞാലും ഈ ജോലി ഭാരം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിനൊരു അല്പമെങ്കിലും ഒരു ആശ്വാസം കിട്ടണമെന്നുണ്ടെങ്കിൽ 2025 ആവശ്യമുള്ള സ്ട്രെങ്തിലേക്ക്, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു പകുതിയിലും ആൾക്കാരെ ഒന്ന് എടുത്തുകൊണ്ട് ഒന്ന് സെറ്റാക്കണമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, ഇവിടെ ആൾക്കാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട്, പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട്, കുറെ ഉദ്യോഗാർത്ഥികളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് കുറെ എഴുത്തുപരീക്ഷ നടത്തും. ആ എഴുത്തുപരീക്ഷ നടത്തി ഒരു റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കും. ആ റാങ്ക് ലിസ്റ്റിന്റെ അവസാനം വരെ ഉദ്യോഗാർത്ഥികൾ കണ്ണും എണ്ണയൊഴിച്ച് കാത്തിരിക്കും. അവസാനം നിരാശയാണ് ഫലം. നേരത്തെ ആ യുവാക്കൾ ഏത് നിലയിലാണോ കഷ്ടപ്പെട്ടു പോയത്, അതേ അവസ്ഥയിൽ ഇവിടെ ഈ യുവതികളും അവർ കഷ്ടപ്പെട്ട് പഠിച്ചു പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി ഇന്ന് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ച് ഇറങ്ങി പോകുമ്പോൾ എന്ത് മറുപടിയാണ് ഈ പിണറായി സർക്കാർ ഈ യുവതികളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്? എന്തെങ്കിലും പറയുന്നത് തോന്നുന്നില്ല. അവരെ കണ്ടിട്ടുണ്ടാവില്ല, അവരെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടുണ്ടാവില്ല. Different angles. Don't forget to subscribe and support this channel.